നമസ്കാരം. കേരള PSCയുടെ ഒരു അടിപൊളി അപ്ഡേറ്റിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. 2025 ജൂലൈ മാസം മുതൽ കേരള PSCയുടെ അഡ്വൈസ് മെമ്മോ, അതായത് നിയമന ശുപാർശ, ഡിജിറ്റൽ ആകാൻ പോകുകയാണ്. ആദ്യമായി അഡ്വൈസ് മെമ്മോ എന്നാൽ എന്താണെന്ന് നോക്കാം. അഡ്വൈസ് മെമ്മോ എന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഉദ്യോഗാർത്ഥിയെ സർക്കാർ സേവനത്തിലേക്ക് നിയമിക്കാൻ ബന്ധപ്പെട്ട വകുപ്പിലേക്ക് അയക്കുന്ന ഒരു ഔദ്യോഗിക അറിയിപ്പാണ്. ഇതിന്റെ പകർപ്പ് തപാൽ മുഖേന നിങ്ങൾക്ക് ലഭിക്കും. ഇതിന്റെ മുഖ്യ ഉള്ളടക്കങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, 1. ഉദ്യോഗാർത്ഥിയുടെ വിശദാംശങ്ങൾ ഉണ്ടായിരിക്കും. 2. പദവിയുടെ വിശദാംശങ്ങൾ, അതായത് തസ്തികയുടെ പേര്, ഉദാഹരണം ക്ലർക്ക്, പോലീസ് കോൺസ്റ്റബിൾ, എക്സൈസ് ഇൻസ്പെക്ടർ തുടങ്ങിയവ. കാറ്റഗറി നമ്പർ, സേവന വിഭാഗം. 3. നിയമനം നൽകുന്ന വകുപ്പിന്റെ പേര്. 4. അഡ്വൈസ് തീയതി. 5. അഡ്വൈസ് നമ്പർ എന്നിവ ഉണ്ടായിരിക്കും. അഡ്വൈസ് അയച്ച് 3 മാസത്തിനകം ബന്ധപ്പെട്ട വകുപ്പ് നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ അപ്പോയിന്റ്മെന്റ് ലെറ്റർ അയക്കും. ഇങ്ങനെയാണ് അതിന്റെ ഫോർമാറ്റ്. 2025 ജൂൺ 2 ചേർന്ന PSC യോഗ തീരുമാനം ഞാൻ വായിക്കാം. നിയമന ശുപാർശ ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് കാലതാമസം കൂടാതെ അഡ്വൈസ് മെമ്മോ ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനും അഡ്വൈസ് മെമ്മോ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനുമായി 2025 ജൂലൈ 1 മുതൽ എല്ലാ നിയമന ശുപാർശകളും ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിൽ ലഭ്യമാക്കാൻ കമ്മീഷൻ തീരുമാനിച്ചു. QR കോഡ് ഉൾപ്പെടുത്തി സുരക്ഷിതമാക്കിയ നിയമന ശുപാർശകളാണ് പ്രൊഫൈലിൽ ലഭ്യമാകുക. ഇത്തരത്തിൽ പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുന്നതോടെ തപാൽ മാർഗം അയക്കുന്ന രീതി നിർത്തലാക്കുന്നതാണ് എന്നാണ് കേരള PSC അറിയിച്ചിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾ സർക്കാർ ജോലിക്കുള്ള അഡ്വൈസ് മെമ്മോ ഇനി മുതൽ പോസ്റ്റ്മാനെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. തപാൽ വഴി അയക്കുമ്പോൾ നഷ്ടപ്പെടുകയോ മറ്റ് അപ്രതീക്ഷിത കാരണങ്ങളാൽ നശിച്ചു പോകുകയോ ചെയ്യില്ല. പോസ്റ്റ്മാൻ മറന്നുപോയി കാലതാമസം വരുമെന്ന ഭീതിയും ഉണ്ടാവില്ല. കേരള PSC സൈറ്റിൽ കയറി പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് അതിൽ മൈ റിസൾട്ട്സ് സെലക്ട് ചെയ്താൽ അവസാനമായി കാണുന്ന അഡ്വൈസ് മെമ്മോ എന്ന ബട്ടണിൽ QR കോഡ് സംവിധാനം ഉപയോഗിച്ച് അഡ്വൈസ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന സംവിധാനമായിരിക്കാം നിലവിൽ വരിക.